ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് ദേ ഇതുപോലുള്ള പണി കിട്ടിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എനിക്ക് കിട്ടിയ ഒരു പണിയാണ് ദേ ഈ ഒരു വീഡിയോ കേട്ടോ. എൻ്റെ ഹെയർ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഹെയർ ലോസും ഫ്രിസ്നെസ്സും ഉള്ളത് കാരണമാണ് ഹെയർ ബോട്ടോക്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും അടുത്തുള്ള ഒരു സലൂണിലേക്ക് പോകുന്നത്, അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും കേട്ടോ. ഏത് സലൂണാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരെങ്കിലും ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം പോകുക, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതുപോലുള്ള പണി കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഇതേ ഫസ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്ത് അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കേട്ടോ. ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഒന്ന് വാഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ വാഷ് ചെയ്യാൻ പോയി. ഒരു 6 മന്ത്സോളം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ വന്ന് വാഷ് ചെയ്ത് വീട്ടിലേക്ക് പോയതിന് ശേഷം പിറ്റേ ദിവസം വാഷ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ വാഷ് ചെയ്യുന്നു. വീട്ടിലുള്ള ഫസ്റ്റ് ഹെയർ വാഷാണ്. ഹെയർ വാഷിൽ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തിരിക്കുന്നത്. ഷാമ്പൂ കണ്ടീഷണറോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു നോർമൽ വാഷിൽ തന്നെ എൻ്റെ ട്രീറ്റഡ് ഹെയർ അപ്പാടെ പോയിട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഹെയർ എങ്ങനെയാണോ ഫ്രിസ്നെസ്സും അതുപോലെ തന്നെ വേവി ആയിട്ടുള്ള ഹെയർ ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു ഒന്നുകൂടി വന്ന് ആ ട്രീറ്റ്മെന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നുകൂടി പോയി അവിടെ ബോട്ടോക്സ് രണ്ടാമത് ചെയ്യേണ്ടി വന്നു. സെക്കൻഡ് ടൈം ഞാൻ അത് അവിടെ ചെയ്യുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ ഹെയറിൽ പിന്നെയും ഹീറ്റ് ചെയ്യാൻ പോവാണ്, അത് ഡാമേജ് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ അത് ചെയ്തു കേട്ടോ. എൻ്റെ ഹെയർ പിന്നെയും ഒരു ക്രീം അപ്ലൈ ചെയ്ത് അവർ വീട്ടിലേക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ടുള്ള വാഷിൽ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ